ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 23 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഈശോയും ശിഷ്യന്മാരും ഗലീലി തടാകത്തിലൂടെ തോണിയിൽ കയറിപ്പോകുന്ന സംഭവമാണ്. അതിൽ തോണിയിലൂടെ കടന്നു പോകുന്ന ശിഷ്യന്മാരും ഈശോയും കൊടുങ്കാറ്റടിച്ചപ്പോൾ തോണി ആകെ ആടിയുലയുകയാണ്. അതിൽ ഭയചകിതരാകുന്ന ശിഷ്യന്മാർ തോണിയുടെ അമരത്ത് തലചായ്ച്ചുറങ്ങുന്ന ഈശോയെ ചെന്ന് ഉണർത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? എന്നിട്ട് ഈശോ അവരുടെ അടുത്ത് വന്ന് പറയുകയാണ്, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? അതിനുശേഷം ഈശോ ഈ കാറ്റിനെയും കടലിനെയൊക്കെ ശാന്തമാക്കുകയാണ്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് ഈ ഭയം നമ്മളെ പിടികൂടുന്നുണ്ട്. അത് വ്യത്യസ്ത സാഹചര്യങ്ങളിലായിരിക്കാം, വ്യത്യസ്ത ഇടങ്ങളിലായിരിക്കാം, വ്യക്തിപരമായിരിക്കാം, സമൂഹമായിരിക്കാം. അവിടേക്കും ഭയം കടന്നു വരുന്ന സാഹചര്യങ്ങൾ പലതാണ്. പക്ഷേ ഇവിടെ ഭയപ്പെടുന്നവന് അതിൽ പൂർണ്ണനായിട്ടില്ല എന്നുള്ളതാണ് തിരുവചനം പറയുന്നത്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. ഒരു സംഭവം ഓർക്കുന്നത് ഇപ്രകാരമാണ്. റീജൻസി കാലഘട്ടത്തിൽ മുക്കോരോടൊപ്പമായിരിക്കുന്ന സമയത്ത് അവരോടൊപ്പം കടലിൽ പോകാൻ ഒരവസരം കിട്ടി. അപ്പോൾ തടിക്കഷ്ണം ഒരുമിച്ച് കൂട്ടി കെട്ടിവെച്ച് കട്ടമരത്തിലാണ് യാത്ര. അപ്പോൾ പോകുന്നതിന് മുൻപ് ആ മുക്കുവരൻ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. തോണി അകത്തോട്ടേക്കും പോകുമ്പോൾ തോണി കടലിലോട്ട് പോകുന്നു. ആ കടലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കരയെത്താറാകുമ്പോൾ നിങ്ങൾ ചാടിയിറങ്ങണം. എന്നിട്ട് തോണിയുടെ അടുത്ത് നിന്ന് ദൂരേക്ക് പോകണം. അടുത്തൊന്നും നിൽക്കാൻ പാടില്ല. കാരണം ഈ തോണി ചിലപ്പോൾ ഈ കാറ്റിലും അല്ലെങ്കിൽ ഈ തിരമാലകളിൽപ്പെട്ട് ചിലപ്പോൾ വന്ന് നിങ്ങളുടെ ദേഹത്ത് വന്നടിക്കും. അത് ചിലപ്പോൾ വലിയ മുറിവുകളുണ്ടാക്കാം, അല്ലെങ്കിൽ മരണത്തിന് വരെ കാരണമാകാം. ഇതേ സംഭവം തന്നെയാണ് ശിഷ്യന്മാരെ ഭയചകിതരാക്കുന്നത്. കാരണം അവർക്ക് ആ തോണി സുപരിചിതമാണ്, ഗലീലി തടാകവും ഗലീലി കടലും സുപരിചിതമാണ്. പക്ഷേ അവരിൽ മുക്കുവരായിട്ടുള്ള കുറച്ച് ശിഷ്യന്മാരുണ്ട്, വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് വന്ന ശിഷ്യന്മാരാണ്. പക്ഷേ ഈ ഭയം ഇവരിലേക്ക് കടന്നു വരുന്നുണ്ട്. കാറ്റും കോളുമൊക്കെയും അവർക്ക് സ്ഥിരമായിരുന്നു, പക്ഷേ ആ ഭയം അവരിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ആ ഭയത്തെ അതിജീവിക്കുവാനാണ് ഈശോ അവരെ ശാസിക്കുന്നതൊക്കെയും. അപ്പോൾ നമ്മുടെയും ജീവിതത്തിൽ ഈ ഭയം ആരിലൂടെയെങ്കിലും കടന്നു വന്നാൽ, ചിലപ്പോൾ വ്യക്തിപരമായിരിക്കാം, ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്നായിരിക്കാം, ഈ ഭയം കടന്നു വരുമ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് തമ്പുരാൻ്റെ സന്നിധിയിൽ അഭയം തേടാനാണ് തമ്പുരാൻ നമ്മളോട് പറയുന്നത്. ഭയത്തെ അതിജീവിക്കാനായിട്ട് തമ്പുരാൻ തന്നെയാണ് കൃപ നൽകുന്നത്. ആ ദൈവത്തിൽ പൂർണ്ണനായിട്ടുള്ള സ്നേഹമായിട്ടുള്ള ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭയം ഇല്ലായ്മ ചെയ്യുന്നു. കാരണം ഭയം കൊണ്ടുവരുന്നത് പിശാചാണ്, അല്ലെങ്കിൽ തിന്മയാണ് ഭയം കൊണ്ടുവരുന്നത്. അതിനാൽ ആ ഭയത്തെ അതിജീവിക്കാൻ തമ്പുരാൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.